ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ 1/2 kg ആണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടെൻഡർനെസ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് സോൾട്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അരച്ച് ചേർക്കാനുള്ള മസാല എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. അതിന് നമുക്ക് സവാള 2 എടുക്കുക, ചെറുത് മതി, വലിയ സൈസ് എടുക്കണ്ട. 2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ, ഒരു പച്ചമുളക്, ഒരു 5 കരാമ്പ്, ഒരു പട്ട, ഒരു വലിയ സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതല്ലെങ്കിൽ 2 എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1.5 ടീസ്പൂണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. പിന്നെ കൊപ്പരയാണ് കേട്ടോ. കൊപ്പര നമുക്ക് 1 ടീസ്പൂൺ ഇങ്ങനെ ചിരവി എടുത്തിട്ട് അതും കൂടി മിക്സിയിലിടാം. കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സി ജാറിലെടുത്ത് പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ഒന്ന് ചൂടായ ശേഷം നല്ല വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി, ഒരു 1/2 ഓണിയൻ മതി കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ പച്ച മണം പോകുന്ന വരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1.5 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് ഓപ്ഷണലായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ഒരു 5 മിനിറ്റ് ആ മസാലാസ് ഒന്ന് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. കുറച്ച് ഈ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി. അതിൻ്റെ ശേഷം മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.